സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്ക ആളുകളും മെമ്മറി കാർഡ് അല്ലെങ്കിൽ SD കാർഡ് ഉപയോഗിക്കുന്നവരാണ്. ഈ SD കാർഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ സൂക്ഷിക്കുന്നതിന് പകരം SD കാർഡിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് നമുക്കൊന്ന് ഫ്രീ ആക്കിയെടുക്കാനും സാധിക്കും. പക്ഷേ SD കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഫയലുകൾ, അതായത് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SD കാർഡിലേക്ക് എങ്ങനെ മൂവ് ചെയ്യിക്കാം, കോപ്പി ചെയ്യിക്കാം എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, SD കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള, നല്ല കപ്പാസിറ്റിയുള്ള ഒറിജിനൽ SD കാർഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പറയാൻ കാരണം, നമ്മളങ്ങനെ പല കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ SD കാർഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു SD കാർഡ് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫയലുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ SD കാർഡ് വാങ്ങുമ്പോൾ ഒറിജിനൽ കമ്പനിയുടെ SD കാർഡ് തന്നെ, നല്ല പൈസയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, എന്നാലും അതൊന്നും നിങ്ങൾ നോക്കാതെ നല്ലൊരു കപ്പാസിറ്റി ഉള്ള നല്ലൊരു SD കാർഡ് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ അതൊക്കെ SD കാർഡിലേക്ക് എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സെർച്ച് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റേർണൽ മെമ്മറി, അതുപോലെ തന്നെ SD കാർഡ് ഒക്കെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ SD കാർഡ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള SD കാർഡ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇൻസെർട്ട് ചെയ്താൽ മതി. അപ്പോൾ SD കാർഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ചിലപ്പോൾ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാൻ വേണ്ടി കാണിക്കും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ SD കാർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. ഓക്കെ, ഇനി ഫയൽസുകളൊക്കെ എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഫോട്ടോസ്, വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പം തൽക്കാലം ഒരു ഫോട്ടോ SD കാർഡിലേക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫോട്ടോസിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള എല്ലാ ഫോട്ടോസും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോസിൽ ലോങ് പ്രസ് ചെയ്യാണ്. അതിനുശേഷം വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പി ടു, അതുപോലെ തന്നെ മൂവ് ടു എന്ന 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ മൂവ് ടു ആണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മൂവ് ടു തിരഞ്ഞെടുത്തു. ഇവിടെ ഇൻറ്റേർണൽ മെമ്മറി, അതുപോലെ തന്നെ SD കാർഡ് 2 ഓപ്ഷനുകൾ കാണുന്നുണ്ട്. SD കാർഡ് ഞാനിവിടെ തിരഞ്ഞെടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ മൂവ് ചെയ്യിക്കാം. ഇനി നമുക്ക് പുതിയൊരു ഫോൾഡർ വേണമെങ്കിൽ ഇവിടെ ആഡ് ന്യൂ ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോൾഡർ ഇതിനായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂവ് ടു ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഈ ഒരു പിക്ചർ അതിലേക്ക് വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എല്ലാ ഫോട്ടോസുകളും, വീഡിയോസുകളും, ഡോക്യുമെൻസുകളും ഇഷ്ടമുള്ള ഫോൾഡറിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് പുതിയ ഫോൾഡർ ആക്കിയിട്ട് തന്നെ നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആ ഒരു പിക്ചറിൻ്റെ മുകളിൽ തന്നെ SD കാർഡിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ ഫോട്ടോസുകളും, വീഡിയോസുകളും, ഡോക്യുമെൻസുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോരോ ഫോൾഡർ ആക്കിയിട്ട് തന്നെ SD കാർഡിലേക്ക് ഇതുവഴി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ SD കാർഡിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ. ഇനി SD കാർഡിൽ നിന്നും നമുക്ക് ഇൻറ്റേർണൽ മെമ്മറിയിലേക്കും ഇത് മൂവ് ചെയ്യിക്കാം, കോപ്പി ചെയ്യിക്കാം. ഓക്കെ, അവിടെ ലോങ് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടു, കോപ്പി ടു. ഞാനിപ്പോൾ മൂവ് ടു തിരഞ്ഞെടുത്തു. ഇൻറ്റേർണൽ മെമ്മറി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ DCIM എന്ന ഈ ഫോൾഡറിലേക്ക് ഞാനിപ്പോൾ മൂവ് ഹിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഓക്കെ, അത് നേരെ നമുക്ക് ആ ഒരു നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക്, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫോൺ മെമ്മറിയിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ആ ഒരു പിക്ചറിൽ SD കാർഡിൻ്റെ ചിത്രം പിന്നെ ഉണ്ടാകില്ല. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മെമ്മറി കാർഡിലേക്കും അതുപോലെ തന്നെ ഫോൺ മെമ്മറിയിലേക്കും എന്ത് ഫയൽ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാൻ ഈ ഒരു ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.